നമസ്തേ. വഞ്ചി സ്ക്വയറിൽ ഒടുവിൽ നടന്ന സിദ്ദിഖ് കാപ്പൻ നേതൃത്വത്തിലുള്ള പ്രതിഷേധം സാധാരണ ഒരു യോഗമോ അഭിപ്രായ പ്രകടനമോ ആയിരുന്നില്ല. അത് നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷം എത്രത്തോളം അപകടകരമായി വഴുതിപ്പോകുന്നുവെന്ന് തുറന്നു കാണിച്ച ഒരു സൂചനയായിരുന്നു. നാഗ്പൂരിൽ UAPA പ്രകാരം തടവിലായ റിജാസിന്റെ മോചനാവശ്യവുമായി ഇറങ്ങിയ ഈ പ്രതിഷേധം പോലീസുമായുള്ള സംഘർഷത്തിലേക്ക് വഴിമാറിയത് തന്നെ അതിന്റെ മുഖം മറയ്ക്കാനാവാത്ത തീവ്രവാദ അനുകൂല സ്വഭാവത്തെ തുറന്നുകാട്ടി. ഹത്രാസ് UAPA കേസിൽ പ്രതിയായി ജാമ്യത്തിൽ കഴിയുന്ന കാപ്പൻ പാകിസ്ഥാനിൽ അധീനമായ കാശ്മീരിലെ തീവ്രവാദികളുമായി സോഷ്യൽ മീഡിയയിൽ ചാറ്റ് ചെയ്തതായും ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ പ്രചാരണം നടത്തിയതായും ആരോപണമുള്ള റിജാസിന്റെ മോചനാവശ്യവുമായി ഇറങ്ങിയതാണ് പ്രശ്നത്തിന്റെ ഗൗരവം. പോലീസ് സാധാരണ പരിശോധന നടത്തിയപ്പോൾ പ്രതിഷേധക്കാർ ആക്രോശിക്കുകയും കയ്യേറ്റ ശ്രമം നടത്തുകയും ചെയ്തത് ഈ കൂട്ടായ്മയുടെ യഥാർത്ഥ മുഖം വെളിപ്പെടുത്തുന്നു. പ്രതിഷേധം സംഘർഷത്തിലേക്ക് നീങ്ങുമ്പോൾ നേതാക്കൾ മുങ്ങി രക്ഷപ്പെടുകയും അനുയായികൾ തല്ലേറ്റോടിക്കപ്പെടുകയും ചെയ്തതും അവരുടെ തത്വങ്ങൾ എത്രത്തോളം കൃത്രിമമാണെന്ന് തെളിയിച്ചു. സിദ്ദിഖ് കാപ്പനെ ഒരു കാലത്ത് മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ സംരക്ഷിച്ചിരുന്ന കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റ് ഇപ്പോൾ തന്നെ അദ്ദേഹത്തെക്കുറിച്ചുള്ള നിലപാട് തിരുത്തുകയാണ്. സംസ്ഥാന കമ്മിറ്റി വാട്സപ്പ് ഗ്രൂപ്പിൽ ഭൂരിപക്ഷം അംഗങ്ങളും കാപ്പനെ ഇനി മാധ്യമപ്രവർത്തകനായി പരിഗണിക്കാനാവില്ലെന്നും അദ്ദേഹത്തിന് യൂണിയന്റെ പിന്തുണ നൽകുന്നത് സംഘടനയ്ക്ക് തന്നെ ദോഷകരമാണെന്നും അഭിപ്രായപ്പെട്ടു. കാപ്പൻ തന്നെ പ്രതിഷേധ വേദിയിൽ KUWJയെ പരസ്യമായി വിമർശിക്കുകയും യൂട്യൂബർമാർക്കെതിരെ ആക്രമണമുണ്ടായപ്പോൾ പ്രസ്താവന ഇറക്കുന്നത് പാഴ് ശ്രമമാണെന്നും റിജാസിനെ പോലുള്ളവരെയാണ് പിന്തുണയ്ക്കേണ്ടതെന്നും പറഞ്ഞത് സംഘടനയിലെ പലർക്കും അതിശയകരവും ഭീതിജനകവുമായി തോന്നി. ഇതിന് പിന്നാലെ വേങ്ങരയിൽ കാപ്പന്റെ വീടിന് സമീപത്തു നിന്നും 1 കോടി രൂപയുടെ കള്ളപ്പണവും പോലീസ് പിടികൂടിയതും സംഭവത്തെ കൂടുതൽ സംശയാസ്പദമാക്കി. പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഈ പണം ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുകയാണ്. ജാമ്യത്തിൽ ഇറങ്ങി ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന കാപ്പൻ പെട്ടെന്ന് വീണ്ടും രംഗത്തിറങ്ങിയത് ഇത്തരം പണസഹായങ്ങളുടെ ബലത്തിലാണോ എന്നും ചോദ്യമുയരുന്നു. ഈ സംഭവങ്ങളിലൂടെ വ്യക്തമായി വരുന്നത് ഒറ്റ സന്ദേശമാണ്: മാധ്യമപ്രവർത്തകന്റെ വേഷം ധരിച്ച് തീവ്രവാദ അനുകൂല പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവരെ ഇനി സഹായിക്കാനാവില്ല. മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയും മറവിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് സമൂഹത്തിനും രാജ്യത്തിനും ഗുരുതരമായ ഭീഷണിയാണ്. കാപ്പനെ പിന്തുണച്ച സംഘടനകൾ തന്നെ പിന്തിരിയാൻ തുടങ്ങിയത് സമൂഹത്തിന്റെ ബോധവൽക്കരണത്തിന്റെ തുടക്കമായി കാണേണ്ടതുണ്ട്. സമൂഹത്തിന്റെയും മാധ്യമ ലോകത്തിന്റെയും ഉത്തരവാദിത്തം ഭീകരതയ്ക്ക് ഇടവരുത്തുന്ന അനുകൂല തത്വങ്ങളെ ചെറുക്കുന്നതിലാണ്. സിദ്ദിഖ് കാപ്പന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ നടന്ന പ്രതിഷേധം അത് പരാജയപ്പെട്ട ഒരു പ്രതിഷേധമല്ല, മറിച്ച് മാധ്യമവേഷം ധരിച്ച തീവ്രവാദ അനുകൂല ചിന്താഗതിയുടെ പൊളിഞ്ഞ മുഖമാണ്. ഇനി അത് തുറന്നു കാണിക്കപ്പെടുകയും നിരസിക്കപ്പെടുകയും വേണം.